അസ്സലാമു അലൈക്കും. SR ഖലീജ് കിച്ചണിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമാണല്ലോ. ഞാൻ ഷെഫ് മുസൈഫ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്കൊരു റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലൊരു ഫ്രൈഡ് റൈസ് ആയാലോ. ഇത്രയും എളുപ്പമാണെന്ന് നമുക്കറിയില്ല റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ ഇങ്ങനെ ഒരു ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്നത്. അതിനെന്തൊക്കെയാണ് നമുക്ക് ആവശ്യമായ സാധനങ്ങളൊന്നൊക്കെ നോക്കാം. ഇവിടെ ഞാൻ ഒരു 250 ഗ്രാം ചിക്കൻ ചെറിയ പീസാക്കി ഇതേമാതിരി ക്യൂബ് പീസാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ കുറച്ച് ചോളം പുഴുങ്ങിയതാണ്. ചോളം ക്യാനിൽ വരുന്നതുമുണ്ട്, പുഴുങ്ങിയെടുക്കുന്നതുമുണ്ട്. അപ്പോൾ നിങ്ങൾ ക്യാനിൽ വരുന്നത് വാങ്ങിയാലും മതി, കുഴപ്പമില്ല. അതാണ് അതിൻ്റെ സാധനങ്ങൾ. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ നോക്കി പച്ചക്കറിയാണ്. ഒരു സവാള ചെറുതായിട്ട് ഞാൻ അരിഞ്ഞെടുത്തുകൊണ്ട്, ഒരു തുണ്ട് ഇഞ്ചി, ഒരു 5 ഗാർലിക്ക് ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുത്തതാണ്, ഒരു ക്യാരറ്റ് ഇതേമാതിരി ചെറുതായിട്ട് അരിഞ്ഞെടുത്തത്, ഒരു തണ്ട് സെലറി ഇതേമാതിരി ക്യൂബ് പീസായിട്ട് അരിഞ്ഞെടുത്തത്, ഒരു കാപ്സിക്കം ബെൽ പേപ്പർ റൂമി ബെൽ പേപ്പർ ഇത് പച്ചയാണ്, അത് ഞാൻ ഇതേമാതിരി ക്യൂബായിട്ട് അരിഞ്ഞെടുത്തത്. ഇത് നോക്കിക്കാണി നമ്മളെ ഉള്ളിത്തണ്ടാണ്. ഉള്ളിത്തണ്ട് ഒരു 4 പീസ് ഞാൻ ചെറുതായിട്ട് അരിഞ്ഞെടുത്തത്. ഇത്ര സാധനമാണ് പച്ചക്കറി. പിന്നെ നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ 5 മുട്ട ഞാൻ എടുത്തിട്ടുണ്ട്. ഈ മുട്ട നമുക്ക് ആദ്യം ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം. പിന്നെ അതിന് വേണ്ടതെന്ന് പറഞ്ഞാൽ 1 കപ്പ് അരി ചോറ് വെച്ച് ഞാൻ എങ്ങനെയെന്ന് വെച്ചാൽ തലേ ദിവസത്തെ ചോറുണ്ടെങ്കിലും അത്രയും സൂപ്പറാണ്. അപ്പോൾ 80% കുക്കാക്കി എടുക്കാവൂ. അത് ഞാൻ തയ്യാറാക്കി എടുത്തത്. പിന്നെ നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു 3 ടീസ്പൂൺ പിന്നെ കുക്കിംഗ് ഓയിൽ വേണം, ഒരു 2 ടീസ്പൂൺ ബട്ടർ വേണം. പിന്നെ അതിൻ്റെ സ്പൈസീസ് എന്ന് പറഞ്ഞാൽ വൈറ്റ് പേപ്പർ, വൈറ്റ് വിനീഗർ ഒരു 1/2 ടീസ്പൂൺ വേണം. പിന്നെ നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ കുറച്ച് സോയ് സോസ്. ഇത്രയും സാധനമാണ് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ വേണ്ടത്. എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണേ. നമുക്കെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാം. ഞാനൊരു ചെമ്പ് അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട്. ആ ചെമ്പിലോട്ട് ഞാൻ അല്പം എണ്ണ ഒഴിച്ചു കൊടുക്കാൻ പോവുകയാണ്. എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ബട്ടർ ഇടാവൂ, അല്ലെന്നുണ്ടെങ്കിൽ ബട്ടർ കരിഞ്ഞു പോകും. നിങ്ങൾക്ക് കാണുമല്ലോ, ഞാൻ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ മുട്ട പൊട്ടിച്ചൊന്ന് ബീറ്റ് ചെയ്തുകൊണ്ട് വരട്ടെ. ഞാൻ എണ്ണ ഒഴിച്ചിട്ടുണ്ടായിരുന്നു, മുട്ട ചട്ടിയിൽ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. മുട്ട ഞാൻ ബീറ്റ് ചെയ്തെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ആദ്യം നമുക്ക് മുട്ട ഒന്ന് സോട്ടാക്കി മാറ്റി വയ്ക്കാം. മുട്ട ഞാൻ അതിലോട്ട് ഒഴിച്ച് നമുക്കൊന്ന് സോട്ടാക്കിയിട്ട് മാറ്റി വയ്ക്കാം. മുട്ട ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ ഗാർലിക്കും ഉള്ളിയും തയ്യാറായിട്ടുണ്ട്. അടുത്തത് നമുക്ക് ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. ചിക്കൻ ഞാൻ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ചിക്കനൊന്നും ഒരുപാട് വേവൊന്നുമില്ല, നല്ല ചെറുതായിട്ടൊന്ന് കണ്ടോ അരിഞ്ഞെടുത്തതുകൊണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടും നമുക്ക്. ചിക്കൻ ഒന്ന് സോട്ടായിട്ട് വന്നോട്ടെ. ചിക്കൻ ഇവിടെ തയ്യാറായി കഴിഞ്ഞു. ചിക്കൻ ഇവിടെ തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട്. ഇനി അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് ഈ ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. ഈ ക്യാരറ്റും ഈ സെലറിയും ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഒരു കാര്യം സീക്രട്ട് ഉണ്ട്, അത് ഞാൻ അറിഞ്ഞില്ല. ക്രീം പീസ് ഇതേമാതിരി ഒരു ചെറിയ ബോൾ ക്രീം പീസ് എടുത്തിട്ടുണ്ട്. അത് അതിനകത്തോട്ട് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. അതിവിടെ തയ്യാറായിട്ടുണ്ട്. അടുത്തത് നമുക്ക് ഒരു 1/4 ടീസ്പൂൺ ബ്ലാക്ക് പേപ്പറും ഒരു 1/4 ടീസ്പൂൺ വൈറ്റ് പേപ്പറും ആഡ് ചെയ്ത് കൊടുക്കാം. വൈറ്റ് പേപ്പറാണ്. വൈറ്റ് പേപ്പറാണ്. അതും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. കുറേശ്ശെ മതി കേട്ടോ, കൂടുതൽ വേണ്ട. കൂടുതലായ ടേസ്റ്റ് വ്യത്യാസം വരും. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ സ്വീറ്റ് കോൺ ആഡ് ചെയ്ത് കൊടുക്കാം. സ്വീറ്റ് കോൺ ഞാൻ ആഡ് ചെയ്ത് കൊടുത്ത് ഇനി നമുക്ക് അടുത്തത് വേണ്ടിയുള്ളതെന്ന് പറഞ്ഞാൽ സോസാണ്. സോസും കൂടി നമുക്ക് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഉപ്പ് ചോറ്റിന് ഉപ്പുണ്ട്, സോയ് സോസിന് ഉപ്പാണ്. അപ്പോൾ നോക്കിയിട്ടേ നിങ്ങൾ ഉപ്പിടാവൂ. ഉപ്പ് ഞാൻ പറഞ്ഞിട്ടില്ല. ചോറ്റിന് നമ്മൾ ഉപ്പിട്ടാണ് ചോറ് വേവിക്കുന്നത്. ഇതിനകത്തോട്ട് കണ്ടല്ലോ, ഒരു 1/2 ടീസ്പൂൺ വൈറ്റ് വിനീഗർ. കൂടുതൽ ഒഴിച്ചാൽ അതിൻ്റെ ടേസ്റ്റ് മാറിപ്പോവും. വൈറ്റ് വിനീഗർ ഞാൻ ഒഴിച്ചിട്ടുണ്ട്. ഇനി
1 ടീസ്പൂൺ സോയ് സോസും കൂടുതൽ ഒഴിച്ചാൽ കളർ വ്യത്യാസം വരും ചോറ്റിന്, കുറച്ചേ ഒഴിക്കാവൂ. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇതൊന്ന് ഇളക്കി കൊടുത്ത് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഈ സ്പ്രിംഗ് ഒനിയനും കാപ്സിക്കവും കൂടെ പച്ച മുളകും കൂടെ ഇട്ട് കൊടുക്കാം. എല്ലാ വെജിറ്റബിളും ഒന്നിച്ച് ഇട്ട് കൊടുത്ത് ഇനി ബാലൻസ് നമുക്കുള്ളത് മുട്ട മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇനി ഇടാൻ പോണത് ഞാൻ റൈസാണ്. ഇത്രയായിട്ടുണ്ട്. ഇതെല്ലാം കൂടെ തയ്യാറായിട്ടുണ്ട്. അടുത്ത നമുക്ക് റൈസ് ആഡ് ചെയ്ത് കൊടുക്കാം. കണ്ടല്ലോ, റൈസ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മതി, ഇതിലോട്ട് റൈസ് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. നമ്മളെ വെജിറ്റബിളിൻ്റെ അനുസരിച്ച്, ചിക്കൻ്റെ വെജിറ്റബിളിൻ്റെ ഒക്കെ അനുസരിച്ച് വേണം റൈസ് ആഡ് ചെയ്ത് കൊടുക്കാൻ. എന്നാലേ നമുക്ക് കാണാനൊക്കെ ഒരു നല്ല മുഞ്ചുണ്ടാവുള്ളൂ. നോക്കിക്കേ, തയ്യാറായിട്ടുണ്ട്. ഇവിടെ എല്ലാം തയ്യാറായിട്ടുണ്ട്. നോക്കിക്കേ, മാഷാ അല്ലാഹ് തബാറകത്ത് റഹ്മാൻ, അടിപൊളിയായിട്ടുണ്ട്. ഇനി നമുക്കൊരു കാര്യമുണ്ട് ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കാൻ. അതും കൂടി നമുക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. നോക്കിക്കോ, നമ്മൾ മുട്ട സോട്ടാക്കി വെച്ചിരുന്നല്ലോ, അതും കൂടെ ഇതിനകത്തോട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. പെർഫെക്റ്റ് ആയിട്ടുണ്ട്. റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലെ ഫ്രൈ റൈസ്. ഇനി എങ്ങോട്ടും പോകേണ്ട മക്കളെ, നിങ്ങളെ വീട്ടിൽ തന്നെ സുലഭമായി തയ്യാറാക്കാൻ പറ്റിയ ഒരു റൈസാണ് ഫ്രൈ റൈസ്. തയ്യാറാക്കൂ, കഴിക്കൂ. ഞാൻ ഫയർ ഓഫാക്കി പുറത്തെടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് സർവ് ചെയ്ത് കൊടുക്കാം. നോക്കിക്കേ, നമ്മളെ ഫ്രൈ റൈസ് മാഷാ അല്ലാഹ് തബാറകത്ത് റഹ്മാൻ, അടിപൊളിയായിട്ടുണ്ട്.